എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഞാൻ ആലോചിക്കുമ്പോൾ അന്ന് പിന്നെ ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടും. ആ വലിയ പിന്നെ ആൻറ്റിനയാണ് ഉണ്ടാവുക. അതെ അതെ അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്ലിയർ ഇല്ലാത്തൊരു കാഴ്ചയൊക്കെയാണെന്ന് കാണാം. ഇന്നത്തെ ആ രൂപത്തിലുള്ളൊരു കാഴ്ച കാണാൻ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത്. അത് മാത്രമല്ല കൂട്ടം കൂടിയുള്ള ഒരുപാട് കളികളുണ്ട് അല്ല. ഈ കളികളിൽ ഒരു ടീം ജയിക്കും. അതെ അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഒരു ടീം തോൽക്കും. ആ തോൽക്കുന്ന ടീമിനെ നന്നായി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതെ പ്രശ്നങ്ങൾ. അതെ പക്ഷേ അതെ ആ ആളുകൾ അവിടുന്ന് അവസാനം തിരിച്ചു പോകണത് എങ്ങനെയാണ്? വിജയിക്കണമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ്. തൊട്ടടുത്ത ദിവസം വരുന്നു, ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, അല്ലെങ്കിൽ തോറ്റ ടീമിനെ വീണ്ടും തോറ്റേക്കാം. ഇതൊക്കെ ലൈഫിൽ വരുന്നുണ്ട്. അതെ പക്ഷെ ആ തോൽവികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അന്ന് നമ്മളെ ആരെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അപ്പോൾ തിരിച്ചു പോണ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നാളെ എന്തായാലും ഒന്നും കൂടി ഉഷാറായിട്ട് അതെ കളിച്ച് അവിടെ വിജയിക്കണം എന്നാണ്. ഇന്ന് അവിടെ മക്കളെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇതുപോലുള്ള പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ അവർ മാനസികമായി തയ്യാറാവാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുട്ടികളൊക്കെ ഫോണുകളിൽ വ്യത്യസ്തമായ കളികൾ കളിക്കാറുണ്ടല്ലേ. അതെ ഏത് കുട്ടികളാണെങ്കിലും ഫോണിൽ കളിക്കാറുണ്ടെന്നുള്ളതാണ്. പല ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളുണ്ട് അതെ അല്ലേ. അല്ല, ആ കുട്ടികളെ ഒരു നമ്മളൊരു ക്ലോസ് ഒബ്സർവേഷൻ, ഒരു വളരെ അടുത്ത് ഇരുന്നൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ അറിയും, അവരെങ്ങാനും തോൽക്കാൻ പോകുന്ന നിമിഷം എന്ത് ചെയ്യുന്നവരോ അവരത് ഓഫ് ആയി ഒന്നുകിൽ ഓഫാക്കും, അല്ലെങ്കിൽ ആ ഗെയിം സ്റ്റോപ്പ് ആക്കിയിട്ട് എന്ത് സ്റ്റോപ്പ് ചെയ്യും, അടുത്ത ഗെയിമിലേക്ക് അവർ പോകുന്നില്ല. അതെ എന്താണ് സൂചിപ്പിക്കണത്? അവർക്ക് തോൽക്കാൻ ഇഷ്ടമില്ല. തോൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾ തോൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അതെ അതെ തോൽക്കാൻ ഞങ്ങൾ റെഡിയല്ല എന്നുള്ളത്. അതെ അതെ അപ്പം അത് ജീവിതത്തിൽ ഒരു കളിയിലാണെങ്കിലോ പോട്ടെ, അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച അതെ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോൽവികൾ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ.